നമസ്കാരം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മീനം രാശിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മാധവമണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മീനം രാശിക്കാരുടെ 2026 ജൂലൈ മാസഫലമാണ്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കായി ഈ മാസം എങ്ങനെ പോകും, എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും, ഏത് കാര്യങ്ങളിൽ ജാഗ്രത വേണം, ധനം, ജോലി, കുടുംബം, ആരോഗ്യസ്ഥിതി, യാത്ര, വിദ്യാഭ്യാസം, വിവാഹം, സന്താനം, കോടതി, വായ്പ, ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ തുടങ്ങി എല്ലാം വളരെ വിശദമായി നോക്കാം. ജൂലൈ മാസം മീനം രാശിക്കാർക്ക് ചില മേഖലകളിൽ പുരോഗതിയും ചില മേഖലകളിൽ ആത്മസംയമനവും ആവശ്യമായ മാസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന സ്വഭാവമുള്ള മീനം രാശിക്കാർക്ക് ഈ മാസം ചിലപ്പോഴൊക്കെ മനസ്സമാധാനം കുറയുന്ന സാഹചര്യങ്ങളും അതേസമയം ദൈവാനുഗ്രഹം കൊണ്ട് കാത്തിരുന്ന കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന അവസരങ്ങളും ഒരുപോലെ വരാം. ഈ മാസം നിങ്ങളെ സംബന്ധിച്ച് അവസരങ്ങളും പരീക്ഷണങ്ങളും ഒരുമിച്ച് വരുന്ന കാലം എന്ന രീതിയിൽ കാണാം. മീനം രാശിക്കാർക്ക് ജൂലൈ മാസം പൊതുവെ ചിന്തകൾ കൂടുതലാകുന്നു. പക്ഷേ അതിനൊപ്പം വഴികളും തുറന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിൽ വച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ മാസം മുന്നോട്ട് പോകും. ചിലർക്ക് ധനകാര്യ ആശ്വാസം, ചിലർക്ക് ജോലി സംബന്ധമായ മുന്നേറ്റം, ചിലർക്ക് കുടുംബത്തിൽ ശാന്തിയും സ്വസ്ഥതയും തിരികെ വരിക, ചിലർക്ക് യാത്രയോ സ്ഥലം മാറ്റമോ എന്നിങ്ങനെ വിവിധ രൂപത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കാം. മീനം രാശിക്കാർ സാധാരണയായി അതീവ സ്നേഹ സ്വഭാവമുള്ളവരും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുമാണ്. പക്ഷേ ഈ മാസം ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും തെറ്റായി എടുത്തേക്കാം. അതുകൊണ്ട് കുടുംബത്തിലും ജോലിസ്ഥലത്തും ബന്ധങ്ങളിലും വളരെ ശ്രദ്ധയോടെ സംസാരിക്കുക. മറ്റൊരു പ്രധാന കാര്യം, പഴയ പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിക്കാതെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അതായത് നിങ്ങൾ തീർന്നു എന്ന് കരുതിയ ഒരു വിഷയം വീണ്ടും ചർച്ചയാകാം. പണം, ഭൂമി, കുടുംബ വിവാദം, പഴയ സൗഹൃദം, പഴയ ജോലി പ്രശ്നം, ആരോഗ്യപരമായ പഴയ ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും മുൻപിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ മാസം നിങ്ങൾ സഹനത്തോടെ ദൈവവിശ്വാസത്തോടെ ആലോചിച്ച് പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും. ജൂലൈ മാസം മീനം രാശിക്കാർക്ക് ധനകാര്യമായി മിശ്രഫലമാണ്. ഒരു ഭാഗത്ത് പണം വരാൻ വഴികൾ തുറക്കാം, മറുഭാഗത്ത് അപ്രതീക്ഷിത ചെലവുകൾ കൂടാനും സാധ്യതയുണ്ട്. അതായത് വരുമാനമുണ്ടായാലും കൈ നിൽക്കാതെ പോകുന്ന അവസ്ഥ ചിലർക്കുണ്ടാകാം. നേരത്തെ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ജോലി ചെയ്യുന്നവർക്ക് ചെറിയ സാമ്പത്തിക ആശ്വാസം കിട്ടും. കമ്മീഷൻ, ഇൻസെൻറ്റീവ്, ബോണസ്, കുടിശ്ശിക, ചെറിയ ഗിഫ്റ്റ് തുക എന്നിവ ലഭിക്കാം. ഈ മാസം വേണ്ടാത്ത ആളുകൾക്ക് പണം കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം തിരികെ കിട്ടാൻ വൈകാം. അതുപോലെ തന്നെ നിങ്ങൾക്കും വലിയ വായ്പ എടുക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. പേപ്പർ ഒപ്പിടൽ, ഗ്യാരണ്ടി, ജാമ്യം, മറ്റൊരാളുടെ പേരിൽ പണമിടപാട് ഇവയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ചെറിയൊരു ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആദ്യ പകുതിയിൽ ചിലവ് കൂടുതലായി തോന്നിയാലും പിന്നീട് ചിലവുകൾ കുറയാൻ സാധ്യതയുണ്ട്. മീനം രാശിക്കാർക്ക് കുടുംബപരമായി ജൂലൈ മാസം ചിലപ്പോൾ മനസ്സിൽ ഭാരമായി തോന്നാം. വീട്ടിലെല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഓടി നടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലാക്കുന്നവർ കുറവാണെന്ന് തോന്നൽ വരാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീട്ടുപണി, കുട്ടികൾ, ബന്ധുക്കൾ, സാമ്പത്തിക ബാധ്യതകൾ എല്ലാം ചേർന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾ വലിയ തർക്കമാകരുത്. പഴയ വിഷയം വീണ്ടും എടുത്തു പറയുന്നത് ഒഴിവാക്കുക. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വേണം. സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇടയിൽപ്പെട്ട് വഷളാകരുത്. വീട്ടിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയബന്ധത്തിലുള്ള മീനം രാശിക്കാർക്ക് ഈ മാസം വികാരപരമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. ഒരു പക്ഷേ സ്നേഹമുണ്ടെങ്കിലും തെറ്റിദ്ധാരണയും ഉണ്ടാകാം. സന്ദേശങ്ങൾക്ക് മറുപടി വൈകുക, സമയം കൊടുക്കാൻ പറ്റാതിരിക്കുക, കുടുംബസമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇവ കാരണം ബന്ധത്തിൽ അകലം തോന്നാം.
ജൂലൈ മാസം വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല മുന്നേറ്റം ആണ്. പക്ഷേ അതിനൊപ്പം ചെറിയ തടസ്സങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന് വീട്ടുകാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, സാമ്പത്തിക കാരണങ്ങളാൽ തീരുമാനം നീളുക, ജാതകം, ദൂരം, ജോലി, കുടുംബം, സാഹചര്യം മൂലം ചെറിയ താമസങ്ങൾ ഉണ്ടാവുക. എന്നാൽ മാസത്തിൻ്റെ അവസാന ഭാഗത്ത് നല്ലൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മീനം രാശിക്കാർക്ക് പങ്കാളിയുടെ ആരോഗ്യവും മനോഭാവവും ശ്രദ്ധിക്കേണ്ട മാസമാണ്. ഇരുവരും തമ്മിൽ അഹങ്കാരം ഒഴിവാക്കി ഞാനാണ് ശരി എന്ന നിലപാട് വിട്ടാൽ പല പ്രശ്നങ്ങളും സ്വയം തീരും. ചിലർക്ക് പങ്കാളിയിലൂടെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മാനസിക പിന്തുണ ലഭിക്കും. വിദ്യാർത്ഥികളായ മീനം രാശിക്കാർക്ക് ജൂലൈ മാസം കൂടുതൽ ശ്രദ്ധയും സ്ഥിരതയും ആവശ്യമായ സമയമാണ്. പഠിക്കാനിരുന്നാൽ മനസ്സ് ചിതറാൻ സാധ്യതയുണ്ട്. ഫോൺ, സോഷ്യൽ മീഡിയ, ഉറക്കം, മടുപ്പ്, ആശങ്ക ഇവ കോൺസെൻട്രേഷൻ കുറയ്ക്കാം. എങ്കിലും ഈ മാസം ശ്രമിച്ചാൽ ഫലം കിട്ടുന്ന മാസം തന്നെയാണ്. പ്രത്യേകിച്ച് കല, ഭാഷ, സംഗീതം, ഡിസൈൻ, സൈക്കോളജി, കൗൺസിലിംഗ്, ഹെൽത്ത്, അധ്യാപന മേഖലകളിൽ പഠിപ്പിക്കുന്നവർക്ക് നേട്ടം ഇവയെല്ലാം ലഭിക്കും. വിദേശ പഠനം ആലോചിക്കുന്നവർക്ക് ചില പേപ്പർ വർക്ക്, ഡിലേ എന്നിവയുണ്ടായാലും മുന്നേറ്റം ഉണ്ടാകും. അപേക്ഷകൾ, ഇമെയിലുകൾ, ഡോക്യുമെൻറ്റുകൾ ഇവ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. മീനം രാശിക്കാർക്ക് ഈ മാസം ആരോഗ്യത്തിൽ ചെറിയ അവഗണന പോലും പ്രശ്നമാകാവുന്ന കാലമാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ ലഘുവായി കാണരുത്. ഈ മാസം വെള്ളം വേണ്ടത്ര കുടിക്കുക, നന്നായി ഉറങ്ങുക, ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി ട്രീറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മരുന്ന് ഒഴിവാക്കരുത്. ശരിയായി പോകുമെന്ന് കരുതി മാറ്റിവെക്കരുത്. മീനം രാശിക്കാർക്ക് പൊതുവെ ജൂലൈ മാസം ചില പരീക്ഷണങ്ങൾക്കൊപ്പം മുന്നേറ്റം നൽകുന്ന മാസമാണ്. ധനകാര്യമായി ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനൊപ്പം വഴികളും തുറക്കും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വം വരാം, പക്ഷേ അത് ഭാവിയിൽ നേട്ടമായി മാറും. കുടുംബത്തിൽ ക്ഷമയും സമാധാനവും പാലിച്ചാൽ പല പ്രശ്നങ്ങളും കുറയും. ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകിയാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. നക്ഷത്രഫലത്തിന് നോക്കുമ്പോൾ പൂരുരുട്ടാതിക്കാർക്ക് ചിന്ത കുറച്ച് ദൈവവിശ്വാസത്തോടെ നീങ്ങേണ്ട മാസം. ഉത്രട്ടാതിക്കാർക്ക് ഉത്തരവാദിത്വവും മുന്നേറ്റവും ഒരുമിച്ചുള്ള മാസം. രേവതിക്കാർക്ക് പുതുവഴികളും മാനസിക മാറ്റങ്ങളും നൽകുന്ന മാസം എന്ന രീതിയിൽ പറയാം. ദൈവവിശ്വാസം കൈവിടാതെ വാക്ക് നിയന്ത്രിച്ച് ചെലവിൽ ജാഗ്രത പാലിച്ച് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ ജൂലൈ മാസം നിങ്ങൾക്കായി നല്ല രീതിയിൽ മാറാൻ കഴിയും. മീനം രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഈ ജൂലൈ മാസം നല്ലൊരു മാറ്റത്തിൻ്റെ മാസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.